ഞങ്ങൾ ദേ മ്യൂസിയത്തിലെത്തി. ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. പക്ഷേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ടിക്കറ്റ് എടുക്കാൻ പോകുമ്പം ഇവിടെ ക്യാഷ് എടുക്കത്തുള്ളൂ, ഗൂഗിൾ പേ പോലും ഇല്ല. നമ്മളെ കയ്യിൽ ചേഞ്ച് ഉണ്ടായില്ല. ഗൂഗിൾ പേ ഉള്ളത് കാരണം അങ്ങനെ കയ്യിൽ നമ്മൾ ക്യാഷായിട്ട് വെക്കില്ലല്ലോ ഇപ്പോൾ കൂടുതൽ, അപ്പം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് ATM ഉണ്ട്. അപ്പോൾ ഏട്ടൻ ATM പോയതാണ്. പിന്നെ ഇവിടെ ഞങ്ങളിങ്ങനെ കാർ ഇങ്ങനെ നിർത്തി. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാറ് നിർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പം അപ്പുറത്തുനിന്നൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അവിടെ ATM ഉണ്ടെന്ന് പറഞ്ഞു. ATM ഉള്ളത് ഭാഗ്യമായി, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടേനെ. നല്ല തിരക്കുണ്ട്, സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറേ ഫാമിലി, പിന്നെ ഈ കുറേ അങ്ങനെ ഫാമിലി, അതുപോലെ അങ്ങനത്തെ ആൾക്കാർ, റെസിഡൻസിൻ്റെ അങ്ങനെ കുറേ ടീമായിട്ടൊക്കെ വന്ന കുറേ പേരുണ്ട്. നല്ല തിരക്കുണ്ട്. വലിയ ട്രാവലറും ബസ്സും ഒക്കെയാണുള്ളത് കൂടുതൽ. ആ ചേട്ടൻ പറഞ്ഞു ഊപ്പർ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹിന്ദിക്കാരാണ് വെച്ചിട്ടുള്ളത്. ഈ ഹിന്ദിക്കാരനെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു. പാർക്കിംഗ് അത്ര പാർക്കിംഗ് 30 രൂപ. പിന്നെ മൊബൈൽ ഫോണിന് 20 റുപ്പീസ് മേടിച്ചിട്ടുണ്ട് ഗായ്സ്. അതെ, ഇനി മുകളിലേക്ക് പാർക്ക് ചെയ്യാം അല്ലേ? അതാകുമ്പോൾ നമുക്ക് അത്രയും വെയിൽ കൊള്ളാതിരിക്കാം. ഞങ്ങൾ ഹിൽ പാലസിലെത്തിയിരിക്കുന്നു. നമ്മൾ ചെരുപ്പ് ഇവിടെ കൊടുക്കണം. ക്ലോക്ക് റൂമിൽ ചെരുപ്പ് കൊടുത്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ കേട്ടോ. കാലൊക്കെ പൊള്ളിയിട്ട് വയ്യ. ഏട്ടൻ സോക്സ് ഇട്ടുകൊണ്ട് ഏട്ടനും കുഴപ്പമില്ല, നല്ല ചൂട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. പക്ഷെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, ഒന്നും അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ കുറച്ച് ഇങ്ങനെ വീഡിയോ, ഇങ്ങനെ പുറത്തത്തെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ ആ ഒരു വഴി കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. കുളത്തിലോട്ടുള്ളൊരു വഴിയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. കാരണം ഫിലിമിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് കൂടെ നമ്മൾ നടക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് ഇങ്ങനെ ഒരു ഏരിയയിൽ കുറേ മാനുണ്ട്. മാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അവർ നമുക്ക് ഭയങ്കര ക്ലോസ്ലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അവിടെ ഇങ്ങനെ സ്നാക്ക് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മ്ലാവ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ. പക്ഷെ അതിന് നമുക്ക് അടുത്തുനിന്നുള്ള വീഡിയോ കിട്ടിയില്ല. കുറേ മാന്, നല്ല രസമുണ്ട്. ഇത്ര അടുത്തുനിന്ന് ഞങ്ങൾ സൂവിൽ പോയ പോലെ ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കുറേ പിള്ളേരുകൾ ഇങ്ങനെ ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വേലിക്കിപ്പുറം നല്ല രസമായിരുന്നു. രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ വന്നിട്ട് ഊഞ്ഞാലാട തൊഴി. പിന്നെ നമ്മൾ കുറച്ചു നേരം പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. നമുക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചു നേരം കൂടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നേരെ പിന്നെ ഫ്ലാറ്റിലോട്ട് പോയി. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗായിരുന്നു. അപ്പം എല്ലാവർക്കും ബൈ.